കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ക്യാൻസറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടു. ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും പ്രതിരോധവും എന്നതിനെപ്പറ്റിയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്യാൻസറിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് ചില പ്രേരിത ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നു. ഈ പ്രേരിത ഘടകങ്ങൾ എങ്ങനെ ശരീരത്തിൽ ഈ രോഗത്തിന് തുടക്കം കുറിക്കുന്നു, അവയെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് എങ്ങനെ സാധിക്കും എന്നതിനെയൊക്കെ കുറിച്ചാണ് അടുത്ത 4 എപ്പിസോഡുകളിൽ പ്രതിപാദിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ക്യാൻസറിൻ്റെ കാരണങ്ങളും പ്രതിരോധവും എന്നതിൽ പുകവലി, പുകയിലെ ഉപയോഗം, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നതാണ്. എൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാൻസർ പ്രതിരോധിക്കാവുന്നതും ആരംഭദശയിൽ ചികിത്സിച്ചാൽ ഭേദമാക്കാവുന്നതുമായ ഒരു രോഗമാണ്. ക്യാൻസർ വരാതെ നോക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അഭികാമ്യമായിട്ടുള്ളതും. ഏതാണ്ട് 80% ക്യാൻസറുകൾക്കും നമ്മുടെ തന്നെ ജീവിതശൈലിയും സ്വഭാവവുമായിട്ട് ബന്ധമുണ്ടെന്നിരിക്കെ ക്യാൻസർ പ്രതിരോധത്തിൽ ഇന്ന് സമൂഹം ബോധവൽക്കരിക്കപ്പെടണം. മറ്റേതൊരു രോഗത്തെയും പോലെ ക്യാൻസറിനെ കാണാനുള്ള നമ്മുടെ മനോഭാവവും മാറ്റേണ്ടതായിട്ടുണ്ട്. ക്യാൻസറിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ദീർഘകാലമായി നാം അനുവർത്തിക്കുന്ന ജീവിതശൈലിയും അന്തരീക്ഷത്തിലും ജലത്തിലും ഭക്ഷ്യവസ്തുക്കളിലും പ്രവൃത്തി സ്ഥലങ്ങളിലുമുള്ള ഘടകങ്ങളും ജനിതക ഘടകങ്ങളും ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ജീവിതചര്യയിലുമെല്ലാം ക്യാൻസറിന് കാരണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പുരുഷന്മാരിൽ കണ്ടുവരുന്ന ക്യാൻസറിൻ്റെ 60%, സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറിൻ്റെ 68% ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏവയെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം പുകവലി, പുകയിലെ ഉപയോഗം, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം. 2 അനാരോഗ്യകരമായ ഭക്ഷണം. 3 വ്യായാമമില്ലാത്ത ജീവിത രീതി. 4 പരിസ്ഥിതി ഘടകങ്ങൾ, അതായത് വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം എന്നിവ. 5 റേഡിയേഷൻ, സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ. 6 ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള ചില വൈറസുകൾ. 7 വർദ്ധിച്ച മാനസിക സമ്മർദ്ദം. ഇവ ഓരോന്നും ഇനി കൂടുതലായി വിവരിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ഘടകമായ പുകവലി, പുകയിലെ ഉപയോഗം, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയെപ്പറ്റിയാണ് ഇനി കൂടുതലായി ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ശ്വാസകോശം, വായ, അന്നനാള ക്യാൻസറുകൾക്ക് കാരണം പ്രധാനമായും പുകവലിയും പുകയിലെ ഉപയോഗവുമാണ്. സിഗരറ്റ് പുകയിൽ അടങ്ങിയിട്ടുള്ള നിരവധി ഘടകങ്ങളിൽ പ്രധാനമായവ നിക്കോട്ടിൻ, ടാർ, കാർബൺ മോണോക്സൈഡ് എന്നിവയാണ്. നിരവധി രാസവസ്തുക്കൾ അടങ്ങിയതാണ് ടാർ എന്ന വസ്തു. ഇതാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ മുൻപൻ. പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ 50%, സ്ത്രീകളിൽ ഉണ്ടാകുന്നവയുടെ 16% പുകയില ജന്യമാണ്. ഇവയിൽ പുകയില ചേർത്തുള്ള വെറ്റില, മുറുക്ക്, പുകവലി, പൊടിവലി എന്നിവയൊക്കെ ഉൾപ്പെടും. പുക വലിക്കുക വഴി ശ്വാസകോശത്തിലെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വലുതാണ്. പുകവലി മൂലമാണ് 90% ശ്വാസകോശ ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. പുകയില ചവയ്ക്കുക വഴി വായ്ക്കകത്തും തൊണ്ടയിലും, പൊടിവലി മൂലം മൂക്കിലും മൂക്കിന് പുറത്തും ക്യാൻസർ ഉണ്ടാകുന്നു. പുകയില ഞെട്ട് കവളിൽ സൂക്ഷിച്ചുറങ്ങുന്ന സ്ത്രീകളുണ്ട്. പുകവലിക്കാരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പുകയില്ലാത്ത പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂടി വരികയാണ്. അത് പല പേരുകളിൽ അറിയപ്പെടുന്നു. പാൻ പരാഗ്, പാൻ മസാല, ഹാൻസ്, ഷംപു എന്നിങ്ങനെ. അതിൻ്റെ ഫലം ഒരേ സമയത്ത് വായിൽ പലയിടങ്ങളിലും ക്യാൻസർ ഉണ്ടാകുന്നു എന്നതാണ്. സ്കൂൾ കുട്ടികളാണ് ഇതിലേക്ക് വഴുതി വീഴുന്നത്. 4ാം ക്ലാസ് മുതൽ ഇവ ഉപയോഗിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ ട്രെയിനിൽ വെച്ചൊരു പയ്യനെ കണ്ടുമുട്ടി. എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആ പയ്യൻ എന്തോ ഒരു സാധനം ഒരു പാക്കറ്റ് പോക്കറ്റിൽ നിന്നെടുത്ത് അത് പൊട്ടിച്ച് അവൻ്റെ ഇടത്ത് കയ്യിൽ അത് കുടഞ്ഞിട്ടിട്ട് വലത്ത് കയ്യിലെ വിരലുകൾ കൊണ്ട് അതിനെ കുറേ നേരം ഞെരിച്ച് പൊടിക്കുന്നത് കണ്ടു. ഞാൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിശയത്തോടുകൂടി. അപ്പോൾ അവനത് നല്ലപോലെ ഇട്ട് കറക്കി പൊടിച്ചു കഴിഞ്ഞിട്ട് അവനത് എടുത്ത് വായുടെ ആ താഴത്തെ ചുണ്ടിന് മലത്തിയേച്ച് അതിനകത്തോട്ട് തിരികെ വെക്കുന്നു. എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. ഇതൊക്കെയാണല്ലോ ക്യാൻസറിൻ്റെ കാരണമെന്ന് ഞാൻ ആലോചിച്ച് പതുക്കെ അവനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കി അവനോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. അവനത് നല്ല രീതിയിലുള്ള ഒരു സംഭാഷണത്തിലൂടെ അവനെ ബോധവൽക്കരിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പുകയിലയുടെ നേരിട്ടുള്ള പ്രവർത്തനം കൊണ്ട് വായ, അതായത് ചുണ്ട്, നാവ്, മോണ, അതുപോലെ തൊണ്ട, സ്വനപേടകം, ടോൺസിലുകൾ, ശ്വാസകോശം, അന്നനാളം എന്നിവയിലും നേരിട്ടല്ലാതെയുള്ള പ്രവർത്തനം കൊണ്ട്
കിഡ്നി, മൂത്രാശയം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ഗർഭാശയഗളം, ആമാശയം, വൻകുടൽ എന്നിവയിലും ക്യാൻസർ കണ്ടുവരുന്നു. പുകയില ഏൽക്കുന്നവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും. ഒരാൾ പുക വലിക്കുമ്പോൾ ആ പുക ശ്വസിക്കുന്ന ചുറ്റുമുള്ളവർക്ക് അതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു. സ്തനാർബുദത്തിൻ്റെ ഒരു പ്രേരിത ഘടകവും ഇതുതന്നെയാണ്. പുക വലിക്കുന്ന ഭർത്താവ് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക. പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന പുകയിൽ ഡയോക്സിൻ എന്ന വാതകം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പുക വലിക്കുമ്പോഴുണ്ടാകുന്ന 50% വിഷവസ്തുക്കളും പ്ലാസ്റ്റിക് കത്തുമ്പോഴുള്ള പുകയിലുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കാതെ റീസൈക്ലിങ്ങിന് കൊടുക്കുക. ഇനി മദ്യപാനം കൊണ്ടുള്ള ക്യാൻസർ സാധാരണമാണ്. വൻകുടലും മലാശയവും, കരൾ, ശ്വാസകോശം, അന്നനാളം, ശബ്ദനാളി, പാൻക്രിയാസ്, സ്തനങ്ങൾ എന്നിവയാണ് അവ. മദ്യത്തിലെ ആൽക്കഹോൾ ശരീരത്തിൽ വിഘടിക്കുമ്പോഴുണ്ടാകുന്ന അസറ്റാൽഡിഹൈഡാണ് ക്യാൻസർകാരി. അത് കോശങ്ങളിൽ പരിവർത്തനമുണ്ടാക്കും. DNA-ക്കും പ്രോട്ടീനും നാശമുണ്ടാക്കും. അവയവങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്തരങ്ങളെ നശിപ്പിക്കും. ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ മദ്യത്തെ ക്യാൻസറിനിടയാക്കുന്ന അപകടകാരിയായ ഗ്രൂപ്പ് 1 പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മദ്യം 7 ക്യാൻസറുകൾക്ക് പ്രേരകമാകുമെന്നാണ് ഈ സംഘടന പറയുന്നത്. കുറഞ്ഞ അളവിലെ മദ്യപാനം സുരക്ഷിതമെന്ന സ്ഥാപിക്കുന്ന പഠനങ്ങളൊന്നുമില്ല. അളവ് കൂടിയാലും കുറഞ്ഞാലും അപകടം തന്നെ. മദ്യപിക്കുകയും അതിൻ്റെ കൂടെ പുകയില ഉൽപ്പന്നം ഉപയോഗിക്കുകയും കൂടി ചെയ്താൽ പുകവലി മൂലം ഉണ്ടാകുന്ന എല്ലാ ക്യാൻസറിൻ്റെയും തോത് 10 മടങ്ങ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി തന്നെ പുകവലിയും പുകയില ഉപയോഗവും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. സിഗരറ്റ്, ബീഡി, പാൻ മസാല, പാൻ പരാഗ്, പുകയില, പാക്ക്, ചുണ്ണാമ്പ് കുട്ടികളെ വെറ്റില മുറുക്ക്, പുകയില ഞെട്ട് കവളിലിട്ട് ഉറങ്ങുന്നത്, മൂക്കിപ്പൊടി, ചൂയിങ്കം ഇവയെല്ലാം പാടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. മുറുക്കുന്ന ശീലമുള്ള വ്യക്തികൾ പുകയില നിർത്തുന്നതും ക്യാൻസറിൻ്റെ പ്രധാന പ്രതിരോധ മാർഗങ്ങളാണ്. വായ്ക്കകം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു കണ്ണാടിയുടെ മുൻപിൽ നിന്ന് സ്വയം പരിശോധിക്കുന്നത് വഴി വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ, മുഴ, വീക്കം എന്നിവ കണ്ടുപിടിക്കാവുന്നതാണ്. ഇത്തരം വ്യത്യാസങ്ങൾ 3 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്നുവെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മദ്യപാനം, ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം ലിവറിലെ കോശങ്ങളെ നശിപ്പിക്കുന്നതിനാൽ അവയെയും ഉപേക്ഷിക്കണം. വലിയൊരു ശതമാനം ക്യാൻസറും ജീവിതശൈലിയിലെ പരിഷ്കാരങ്ങളിലൂടെ പ്രതിരോധിക്കാനാവും. അതിന് സ്കൂൾ തലം മുതൽ ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണ്. അതുമൂലം വരും തലമുറയെ പുകവലിയുടെയും മദ്യപാനത്തിൻ്റെയും ലഹരി മരുന്നിൻ്റെയും ഒക്കെ ദൂഷ്യഫലങ്ങളിൽ നിന്നും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ക്യാൻസർ പ്രേരിത ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകമായ പുകവലി, പുകയില ഉപയോഗം, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നതിനെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത്. അടുത്ത എപ്പിസോഡിൽ രണ്ടാമത്തെ ഘടകമായ അനാരോഗ്യകരമായ ഭക്ഷണം എന്നതിനെപ്പറ്റിയാവും പ്രതിപാദിക്കുന്നത്.